അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽ ചിലരെ മഹ്ശറിൽ വെച്ച് അവർ ഒഴിവാക്കിയ ചില സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് കുറ്റപ്പെടുത്തുന്നതാണ്, അവരെ ആ വിഷയത്തിൽ ആക്ഷേപിക്കുന്നതാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യാ ഇബ്ന ആദം, ആദമിൻ്റെ മക്കളെ, മരിദുതു ഫലം തഉദ്നി, ഞാൻ രോഗിയായി പക്ഷേ നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. ഖാല യാ റബ്ബി കൈഫ അഊദുക്, അപ്പോൾ സ്വാഭാവികമായും ഒരു അടിമ ചോദിക്കും, അല്ലാഹുവേ ഞാനെങ്ങനെയാണ് നിന്നെ രോഗസന്ദർശനം നടത്തുക? വ അൻത റബ്ബുൽ ആലമീൻ, കാരണം നീ ലോകരക്ഷിതാവായ അല്ലാഹു ആണല്ലോ. ലോകരക്ഷിതാവായ അല്ലാഹുവിന് രോഗമുണ്ടാവുകയില്ല, അതൊക്കെ സൃഷ്ടികൾക്കുള്ള കാര്യമാണ്, അല്ലാഹു സ്രഷ്ടാവാണ്. അപ്പോൾ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറുപടി, ഖാല അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിദ ഫലം തഉദ്ഹു, എൻ്റെ ഇന്നാലിന്ന അടിമ രോഗിയായിട്ട് നീ അവനെ സന്ദർശിച്ചില്ലല്ലോ. അമാ അലിംത അന്നക ലൗ ഉദ്തഹു ലവജദ്തനി ഇൻദഹു, നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ അവൻ്റെ അടുക്കൽ എന്നെ നിനക്ക് കണ്ടെത്താമായിരുന്നു. മറ്റൊരു റിവായത്തിലുള്ളത്, ആ സന്ദർശിച്ചത് ലവജദ്ത ദാലിക ഇൻദി, നീ അവനെ സന്ദർശിച്ചത് അതിൻ്റെ പ്രതിഫലം നിനക്ക് എൻ്റെ അടുക്കൽ കണ്ടെത്താമായിരുന്നു. അപ്പോൾ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യം. വീണ്ടും ചോദിക്കുകയാണ്, യാ ഇബ്ന ആദം, ആദമിൻ്റെ മക്കളെ, ആദമിൻ്റെ സന്തതി, ഇസ്തതഅംതുക ഫലം തുതഇംനി, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ. അപ്പോഴും ആ അടിമ പറയും, അല്ലാഹുവേ വകൈഫ ഉത്ഇമുക് വ അൻത റബ്ബുൽ ആലമീൻ, നീ ലോകരക്ഷിതാവായ അല്ലാഹു ആണല്ലോ, ഞാൻ എങ്ങനെയാണ് നിനക്ക് ഭക്ഷണം നൽകുക? അപ്പോൾ അല്ലാഹുവിൻ്റെ ചോദ്യം, അമാ അലിംത അന്നഹു ഇസ്തതഅമക അബ്ദി ഫുലാനുൻ ഫലം തുത്ഇംഹു അമാ അലിംത അന്നക ലൗ അത്അംതഹു ലവജദ്ത ദാലിക ഇൻദി, എൻ്റെ ഇന്നാലിന്ന അടിമ നിന്നോട് ഭക്ഷണം ചോദിച്ചു, പക്ഷേ നീ ഭക്ഷണം കൊടുത്തില്ല. നീ ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ പ്രതിഫലം എൻ്റെ അടുക്കൽ നിനക്ക് കണ്ടെത്താമായിരുന്നു. ഇവിടെ ആ നിലക്ക് തന്നെ പറയുന്നുണ്ട്. വീണ്ടും, യാ ഇബ്ന ആദം ഇസ്തസ്ഖൈതുക ഫലം തസ്ഖിനി, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചു, നീ എനിക്ക് വെള്ളം തന്നില്ല. ഖാല യാ റബ്ബി കൈഫ അസ്ഖീഖ്, റബ്ബേ ഞാൻ നിനക്കെങ്ങനെ വെള്ളം തരും? വ അൻത റബ്ബുൽ ആലമീൻ, നീ ലോകരക്ഷിതാവായ അല്ലാഹുവാണല്ലോ. ഖാല ഇസ്തസ്ഖാക അബ്ദി ഫുലാനുൻ ഫലം തസ്ഖിഹി അമാ ഇന്നക ലൗ സഖൈതഹു വജദ്ത ദാലിക ഇൻദി, എൻ്റെ ഇന്നാലിന്ന അടിമ നിന്നോട് വെള്ളം ചോദിച്ചു, നീ വെള്ളം കൊടുത്തില്ല. നീ വെള്ളം കൊടുത്തിരുന്നെങ്കിൽ അത് നിനക്ക് എൻ്റെ അടുക്കൽ കണ്ടെത്താമായിരുന്നു. അപ്പോൾ രോഗിയുടെ അടുത്ത് എന്നെ കാണാമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നീട് പറഞ്ഞതുപോലെയാണ്, അഥവാ അതിൻ്റെ പ്രതിഫലം നിനക്ക് എൻ്റെ അടുക്കൽ കണ്ടെത്താമായിരുന്നു. മഹ്ശറിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ദിവസത്തിൽ അതിൻ്റെ പ്രതിഫലം നിനക്ക് കണ്ടെത്താമായിരുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതിലൂടെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്ന്, രോഗികളെ സന്ദർശിക്കുന്നതിൻ്റെ പ്രാധാന്യം, ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം, വെള്ളം കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം. രണ്ടാമത്തത്, പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കുന്നതിനെ എത്രമാത്രം ഗൗരവത്തിലാണ് അല്ലാഹു കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിശന്നു, ഞാൻ വെള്ളം ചോദിച്ചു, അതേപോലെ തന്നെ ഞാൻ രോഗിയായി എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ചേർത്ത് പറഞ്ഞത്. അത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്കിടയിലുള്ള അത്തരം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് കാണിക്കാനാണ്. അതിനു പുറമെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, നാളെ മഹ്ശറിൽ ഇതേപോലെയുള്ള ചില കുറ്റപ്പെടുത്തലുകൾ, ചില ആക്ഷേപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയുടെ സന്ദർഭത്തിൽ ചെയ്യുന്നതാണ്. അത്തരം ആക്ഷേപങ്ങൾ കേൾക്കാതെ തന്നെ അല്ലാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ വളരെ ശ്രദ്ധേയമായൊരു ഹദീസാണ്, മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുമ്പോൾ, ആ വിചാരണ ചെയ്യുമ്പോൾ ചില ഉത്തരങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ ആ ഉത്തരം അല്ലാഹു പറഞ്ഞു കൊടുക്കും എന്ന് സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി അദ്ദേഹം കേട്ടു. എന്താണ് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്? ഇന്നല്ലാഹ അസ്സ വജല്ല യസ്അലു അൽ അബ്ദ യൗമൽ ഖിയാമത്തി ഹത്ത ഇന്നഹു ലയഖൂലു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പല വിഷയങ്ങളും അടിമകളോട് ചോദിക്കും. അതിലൊരു ചോദ്യം ഇതാണ്,
മാ മനഅക ഇദാ റഅയ്തൽ മുൻകറ അൻ തുൻകിറഹു. നിന്റെ സമീപത്ത് ഒരു തിന്മ ചെയ്യപ്പെടുന്നത് കണ്ടു, എന്നിട്ടും എന്തുകൊണ്ടാണ് നീ അത് ബ്ലോക്ക് ചെയ്യാതിരുന്നത്, നീ അത് തടയാതിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ സന്ദർഭത്തിൽ ആ അടിമ ഒന്നും മിണ്ടുകയില്ല. കാരണം നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് തന്നെ, നിങ്ങൾ ഒരു വെറുക്കപ്പെട്ട കാര്യം കണ്ടാൽ മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദി ഫഇൻ ലം യസ്തതി ഫബിലിസാനി വഇൻ ലം യസ്തതി വബിഖൽബി വദാലിക അദ്അഫുൽ ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളൊരു തിന്മ കണ്ടാൽ അതിനെ കൈകൊണ്ട് തടയണം, അതിന് കഴിയുന്നില്ലെങ്കിൽ നാവ് കൊണ്ട് പറയണം, അല്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും അതിനെ വെറുക്കണം. പക്ഷേ ഇവിടെ അള്ളാഹു ചോദിക്കുന്നത്, ഒരടിമ തൻ്റെ ചുറ്റിലും നടക്കുന്ന ഒരു തിന്മ കണ്ടു, അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ നടക്കുന്ന, അതല്ലെങ്കിൽ തൻ്റെ പരിസരത്ത് നടക്കുന്ന ഒരു തിന്മ കണ്ടു, പക്ഷേ അദ്ദേഹം അത് എതിർത്തില്ല. എന്തുകൊണ്ട് എതിർത്തില്ല എന്ന് ഖിയാമത്ത് നാളിൽ അള്ളാഹു ചോദിക്കും. മാ മനഅക ഇദാ റഅയ്തൽ മുൻകറ അൻ തുൻകിറഹു. ഒരു തിന്മ കണ്ടാൽ അതിനെ എതിർക്കാൻ നിനക്കെന്തായിരുന്നു തടസ്സം? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല, കാരണം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുടെ ഗൗരവം അനുസരിച്ച് ചോദ്യം ചോദിക്കപ്പെട്ടാൽ നമുക്ക് പേടിയാകും. നമുക്കറിയാവുന്ന ഉത്തരം പോലും ചിലപ്പോൾ പറയാൻ കഴിയില്ല. ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ, അതേപോലെയുള്ള ഒരു മത്സരത്തിനൊക്കെ പോയാൽ, ചിലപ്പോൾ അറിയാവുന്നതാണെങ്കിലും ആ ഒരു സന്ദർഭത്തിൽ പേടി കൊണ്ട് ഉത്തരം പറയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് എന്ന് സങ്കല്പിച്ചു നോക്കൂ. ലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴുണ്ടാകുന്ന ഒരു ഭീതി, അതുകൊണ്ട് തന്നെ ആ അടിമക്കത് അതിന് ഉത്തരം പറയാൻ കഴിയില്ല. അപ്പോൾ ഫഇദാ ലഖനല്ലാഹു അബ്ദൻ ഹുജ്ജതഹു, അല്ലാഹു സുബ്ഹാനഹു വതആല ആ വ്യക്തിയുടെ ഹുജ്ജത്ത് അള്ളാഹു തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ്. യഖൂലു, അപ്പോൾ ആ വ്യക്തി പറയും, യാ റബ്ബി വസിഖ്തു ബിക വഫരിഖ്തു മിനന്നാസ് ഔ ഫരിഖ്തു മിനന്നാസി വവസിഖ്തു ബിക. അള്ളാഹുവേ, ഞാൻ നിന്നിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ജനങ്ങളുടെ കാര്യത്തിൽ ഞാൻ ചിലത് ഭയപ്പെടുകയും ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ആ തിന്മയെ എതിർക്കാതിരുന്നത്. എന്ന് പറഞ്ഞാൽ, ചില സന്ദർഭങ്ങളിൽ ചില തിന്മകളെ എതിർത്താൽ അതിനേക്കാൾ വലിയ പ്രയാസങ്ങളുണ്ടായി തീരുമ്പോൾ അത്തരം സന്ദർഭത്തിൽ തിന്മകളെ എതിർക്കാതിരിക്കാനുള്ള ഒരു ഇളവ് ശരീഅത്ത് നമുക്ക് അനുവദിച്ച് നൽകുന്നുണ്ട്. കാരണം പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പഠിപ്പിച്ചു തന്ന ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, നാം ഒരു തിന്മയെ എതിർക്കുമ്പോൾ അതിനേക്കാൾ വലിയ തിന്മ അവിടെ ഉണ്ടാവുന്നുവെങ്കിൽ തൽക്കാലം ആ വിഷയം മാറ്റിവെച്ച് പിന്നീട് പറയാൻ മാറ്റിവെക്കുകയോ, അല്ലെങ്കിൽ ഹിക്മത്തോടുകൂടി അവതരിപ്പിക്കുകയോ, മറ്റു സന്ദർഭത്തിൽ പറയുകയോ ഒക്കെ ചെയ്യാം. ആ നിലക്ക് മാറ്റിവെക്കാവുന്നതാണ്. ആ വിഷയം പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു തന്നിട്ടുണ്ട്. അത്തരം ചില സാഹചര്യങ്ങളുണ്ടാകാം. നമുക്കൊരു തിന്മയെ എതിർക്കാൻ പറ്റാത്തൊരു സാഹചര്യം. എന്നാൽ ഇതൊരിക്കലും തിന്മ കണ്ടിട്ടും നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ ആ തിന്മയെ ചൂണ്ടിക്കാണിക്കാതിരിക്കാനുള്ള ഒരു ഹുജ്ജത്തായി നമ്മൾ കരുതരുത്. മറിച്ച് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ അംഗീകരിക്കുന്ന രൂപത്തിലുള്ള ഹുജ്ജത്താണത്. അതുകൊണ്ടാണ് അള്ളാഹു അത് അംഗീകരിച്ചത്. ആ നിലക്ക് നമ്മളൊരു തെറ്റിനെ എതിർത്താൽ വമ്പിച്ച ചില പ്രശ്നങ്ങളുണ്ടാകുമെന്ന് തോന്നുമ്പോൾ തൽക്കാലം മിണ്ടാതിരിക്കുക. അതുകൊണ്ട് അതൊരു ഹുജ്ജത്താണ്. അതുകൊണ്ടാണ് ഫൈദാ ലഖനല്ലാഹു അബ്ദൻ ഹുജ്ജതഹു, ആ വ്യക്തിയുടെ ഹുജ്ജത്ത് അള്ളാഹു തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ അടിമ എന്താണ് പറയുക? വസിഖ്തു ബിക, അല്ലാഹുവേ, നിൻ്റെ കാരുണ്യത്തിൽ ഞാൻ പ്രതീക്ഷ അർപ്പിച്ചു. കാരണം ഈ സന്ദർഭം, ഈ സാഹചര്യം, അവിടെ ആ തിന്മയെ ഞാൻ എതിർത്താലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ആലോചിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്ന് റബ്ബേ നിനക്കറിയാം. അതുകൊണ്ട് നിൻ്റെ കാരുണ്യത്തിൽ ഞാൻ പ്രതീക്ഷ അർപ്പിച്ചു. വഫരിഖ്തു മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ഞാൻ ചിലത് ഭയപ്പെടുകയും ചെയ്തു, അതുകൊണ്ടാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അത് അംഗീകരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്നുള്ളത്, ഇതേ രൂപത്തിൽ ഒരടിമക്ക് ഹുജ്ജത്ത് പറയാൻ പറ്റാതാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ആ ഹുജ്ജത്ത് പറഞ്ഞു കൊടുക്കും. കാരണം ആ പേടിയുള്ള സന്ദർഭത്തിൽ അവർക്കറിയാം ആ ഉത്തരം, പക്ഷേ അള്ളാഹു പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വളരെ വമ്പിച്ച ഒരു ആശ്വാസമായി തീരും. ആ രൂപത്തിൽ ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്നതാകുന്നു. അതേപോലെ തന്നെ വളരെ ബൃഹത്തായ ഒരു കാര്യമെന്ന് പറയുന്നത്, വിചാരണയ്ക്ക് ശേഷം വിചാരണയ്ക്ക് വിളിക്കപ്പെട്ട്, ഈ ഉമ്മത്താണ് ഏറ്റവും ആദ്യം വിചാരണയ്ക്ക് വിളിക്കപ്പെടുക, നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അതിൽ തന്നെ 3 വിഭാഗം ആളുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണ നടത്തുകയും ഉടനെ തന്നെ അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇത് വളരെ വലിയ ഗൗരവമേറിയ ഒരു ഹദീസാണ്.
ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പല തവണയായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻ അദ്ദേഹം ബോധരഹിതനായി പോയിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു തആല അൻ ഈ ഹദീസ് കേട്ട് ധാരാളമായി കരയുകയുണ്ടായി, പ്രയാസപ്പെട്ടുകൊണ്ട് കരയുകയുണ്ടായി എന്നൊക്കെ ഈ ഹദീസിൽ കാണാൻ സാധിക്കും. കാരണം ഈ ഹദീസിലെ ആശയം അത്രയും ഗൗരവമുള്ളതാണ്. എന്നെയും നിങ്ങളെയും ഒക്കെ ഭയപ്പെടുത്തേണ്ടുന്ന ഒരു ഹദീസാണ്. ആ ഹദീസ് ഇമാം തിർമിദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹദ്ദസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് പറഞ്ഞു തന്നു, അന്നല്ലാഹ തബാറക വ തആല ഇദാ കാന യൗമുൽ ഖിയാമത്തി യൻസിലു ഇലൽ ഇബാദി ലിയഖ്ദിയ ബൈനഹും വകുല്ലു ഉമ്മത്തിൻ ജാസിയ. മുഴുവൻ ആളുകളും മുട്ടുകുത്തിയവരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സൃഷ്ടികൾക്കിടയിൽ വിധി പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്നതാണ്. ഫഅവ്വലു മൻ യദ്ഉ ബിഹി റജുലുൻ ജമഅൽ ഖുർആൻ, ഏറ്റവും ആദ്യം വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുന്നത് ഖുർആൻ പഠിച്ച ഒരാളെയാണ്. ജമഅൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിച്ച, ഹിഫ്ളാക്കിയ, അതല്ലെങ്കിൽ ഖുർആൻ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരാളെ കൊണ്ടുവരും. അതേപോലെ തന്നെ വറജുലുൻ ഖുതില ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട മറ്റൊരാളെയും കൊണ്ടുവരും. വറജുലുൻ കസീറുൽ മാൽ, ധാരാളം സമ്പത്തുള്ള മൂന്നാമതൊരാളെയും കൊണ്ടുവരും. അപ്പോൾ ഖുർആൻ പഠിച്ച ഒരാളെ കൊണ്ടുവരും, ഷഹീദായ ഒരാളെ കൊണ്ടുവരും, ധാരാളം സമ്പത്തുള്ള ഒരാളെ കൊണ്ടുവരും. എന്നിട്ട് ആദ്യത്തെ ചോദ്യം ഫയഖൂലുല്ലാഹു ലിൽ ഖാരി, ഖുർആൻ പാരായണം ചെയ്ത ഖാരിയിനോട് ചോദിക്കും, അലം ഉഅല്ലിംക മാ അൻസൽതു അലാ റസൂലി, എൻ്റെ റസൂലിന് ഞാൻ അയച്ചു കൊടുത്ത ഖുർആൻ ഞാൻ നിന്നെ പഠിപ്പിച്ചില്ലേ? ഖാല ബലാ യാ റബ്ബ്, അതെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യം, ഫമാദാ അമിൽത ഫീമാ ഉല്ലിംത, നിനക്ക് പഠിപ്പിക്കപ്പെട്ട ആ ഖുർആൻ അനുസരിച്ച് നീ ജീവിച്ചോ? നീ എന്താണ് പ്രവർത്തിച്ചത്? ആ ഖുർആൻ നീ പഠിപ്പിക്കപ്പെട്ടതനുസരിച്ച് നീ എന്ത് പ്രവർത്തിച്ചു? അപ്പോൾ ആ വ്യക്തി പറയും, കുൻതു അഖൂമു ബിഹി ആനാ അല്ലൈലി വ ആനാ അന്നഹാർ, ഞാൻ രാവു പകൽ ഒരുപോലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്തു എന്ന് ആ വ്യക്തി പറയുമ്പോൾ ഫയഖൂലുല്ലാഹു ലഹു, അള്ളാഹു ആ വ്യക്തിയോട് പറയും, കദബ്ത, നീ കളവാണ് പറയുന്നത്. വതഖൂലു ലഹുൽ മലായികത്തു, മലക്കുകളും പറയും, കദബ്ത, നീ കളവാണ് പറയുന്നത്. വയഖൂലുല്ലാഹ്, എന്നിട്ട് അള്ളാഹു പറയും, ബൽ അറദ്ത അൻ യുഖാല ഇന്ന ഫുലാനൻ ഖാരിഉൻ ഫഖദ് ഖീല ദാക്, എന്നാൽ ഇന്ന വ്യക്തി വലിയ ഖാരിയാണ്, ഖുർആൻ ഓതുന്ന ആളാണ്, ഖുർആനിൽ ഹാഫിളാണ്, അങ്ങനെയൊക്കെ ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തത്. നീ ചെയ്തിട്ടുണ്ട്, ശരിയാണ്, പക്ഷേ അതൊന്നും അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടല്ല. അതുകൊണ്ടാണ് കദബ്ത എന്ന് പറഞ്ഞത്, നീ കളവാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതല്ല ഇവിടെയുള്ള കളവ്, മറിച്ച് ആ ചെയ്തത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരുന്നില്ല, ജനങ്ങളുടെ പ്രശംസ കിട്ടാൻ വേണ്ടിയായിരുന്നു. ഇതേത് വിഷയത്തിലും അങ്ങനെ തന്നെ. ജനങ്ങളുടെ പ്രശംസ കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകൾ പരലോകത്തെ പ്രതിഫലം ആഗ്രഹിച്ചല്ല, ജനങ്ങൾക്കിടയിൽ ആലിമാണ് എന്നറിയപ്പെടണം, പണ്ഡിതനാണ് എന്നറിയപ്പെടണം, വലിയ ഖാരി ആണ് എന്നറിയപ്പെടണം, വലിയ പ്രഭാഷകനാണ് എന്നറിയപ്പെടണം, അങ്ങനെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുക. അല്ലാതെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കാതിരുന്നാൽ അവരുടെ വിഷയത്തിൽ അള്ളാഹു പറയും, കളവാണ് നീ പറഞ്ഞത്. മലക്കുകളും പറയും, വയുഅ്ത ഫഖദ് ഖീല ദാക്, അങ്ങനെ പറയപ്പെടും. പിന്നീട് വയുഅ്ത ബി സാഹിബിൽ മാലി, ധനമുള്ള ആളെ കൊണ്ടുവരും. ഫയഖൂലുല്ലാഹു ലഹു അലം ഉവസ്സി അലൈക ഹത്താ ലം അദാക തഹ്താജു ഇലാ അഹദിൻ, മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ഞാൻ നിനക്ക് ധാരാളം പണം തന്നില്ലേ, എന്നിട്ട് നീ എന്ത് ചെയ്തു? അപ്പോൾ ആ വ്യക്തി അത് അംഗീകരിക്കും, ബലാ യാ റബ്ബ് ഫമാദാ അമിൽത ഫീമാ ആതൈതുക്, ഞാൻ നൽകിയ ധനം നീ എന്തിനു ചെലവഴിച്ചു? അപ്പോൾ പറയും, കുൻതു അസിലുർ റഹിം വ അതസദ്ദഖ്, ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കുടുംബബന്ധം ചേർക്കുകയും സദഖ ചെയ്യുകയും ചെയ്തു. ഫയഖൂലുല്ലാഹ് ലഹു, അള്ളാഹു അപ്പോൾ അവനോട് പറയും, കദബ്ത വ തഖൂലു ലഹുൽ മലായികത്തു കദബ്ത, നീ പറഞ്ഞത് കളവാണ്. വയഖൂലുല്ലാഹു തആല ബൽ അറദ്ത അൻ യുഖാൽ, മറിച്ച് നീ പറയപ്പെടാൻ ആഗ്രഹിച്ചു എന്ത്? ഫുലാനുൻ ജവാദുൻ, വലിയ ധർമ്മിഷ്ഠനാണ്, ദാനശീലനാണ് എന്ന് മറ്റുള്ളവർ പറയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഫഖദ് ഖീല ദാക്, അത് പറയപ്പെട്ടു, ദുനിയാവിൽ അത് പറയപ്പെട്ടു, പക്ഷെ പരലോകത്ത് ഉപകാരപ്പെടുകയില്ല. മൂന്നാമത് വയുഅ്ത ബില്ലദീ ഖുതില ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയെ കൊണ്ടുവരും. അപ്പോൾ അള്ളാഹു ചോദിക്കും, ഫീമാദാ ഖുതിൽത, നീ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഫയഖൂലു ഉമിർതു ബിൽ ജിഹാദി ഫീ സബീലിക് ഫഖാതൽതു ഹത്താ ഖുതിൽതു, നിൻ്റെ മാർഗത്തിൽ ജിഹാദിനുള്ള ആഹ്വാനം കേട്ടപ്പോൾ കൊല്ലപ്പെടുന്നതുവരെ നിൻ്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്തതാണ്,
ഖുതില ഫീ സബീലില്ലാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടതായി ധരിക്കുന്ന ആളാണ്. അപ്പോൾ ആ വ്യക്തി അങ്ങനെ പറയും, നിൻ്റെ മാർഗത്തിൽ ഞാൻ കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഫയഖൂലുല്ലാഹു തആല ലഹു, ആ വ്യക്തിയോട് അള്ളാഹു പറയും, കദബ്ത വതഖൂലു ലഹുൽ മലായികതു കദബ്ത വയഖൂലുല്ലാഹു ബൽ അറത അൻ യുഖാൽ ഫുലാനുൻ ജരീഉൻ. അള്ളാഹു പറയും, നീ കളവാണ് പറയുന്നത്, മലക്കുകളും പറയും നീ കളവാണ് പറയുന്നത്. ധൈര്യശാലിയാണ് എന്ന് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടാൻ, വലിയ യുദ്ധനിപുണനാണ്, വലിയ കഴിവുള്ള ആളാണ്, ധൈര്യമുള്ള ആളാണ് എന്നൊക്കെ ആളുകൾ പറയാൻ വേണ്ടിയാണ്. ഫഖദ് ഖീല ദാക്, അതൊക്കെ ജനങ്ങൾ പറഞ്ഞു. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഇവരൊക്കെ വലിയ ഖാരികളായിരുന്നു, ആലിമീങ്ങളായിരുന്നു. ജനങ്ങൾക്കിടയിൽ അവർ വലിയ ദാനശീലരായിരുന്നു. ജനങ്ങൾക്കിടയിൽ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരാണ്. പക്ഷേ അവർ കൊല്ലപ്പെട്ടതും അതേപോലെ തന്നെ അവർ ധനം ചെലവഴിച്ചതും അവർ വലിയ കാര്യങ്ങളും ആലിമ്യങ്ങളായതുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരുന്നില്ല, മറിച്ച് ദുനിയാവിലെ നേട്ടങ്ങൾ, ദുനിയാവിൽ ആളുകളുടെ പ്രശംസ, അവരുടെ അംഗീകാരം, അവർക്കിടയിലുള്ള കീർത്തി, അതാണ് അവർ ആഗ്രഹിച്ചിട്ടുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ثم ضرب رسول الله صلى الله عليه وسلم على ركبتي فقال يا أبا هريرة أولئك الثلاثة أول خلق الله تسعر بهم النار يوم القيامة. ഓ അബൂ ഹുറൈറ, ഈ മൂന്ന് വിഭാഗമാണ് ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്. ഏറ്റവും ആദ്യം നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് ഈ ഉമ്മത്തിലെ മുനാഫിഖീങ്ങളിൽ ഏറ്റവും ആദ്യം നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് അവരായിരിക്കും. കാരണം അവർ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിക്കാതെയാണ് ഇതെല്ലാം ചെയ്തത്. കാപട്യത്തോടുകൂടിയാണ്, റിയാഓടുകൂടിയാണ് അവരിത് ചെയ്തത്. അപ്പോൾ ഏറെ ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റിയാ, സുമഅത്ത്, ലോകമാന്യത, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമലുകൾ ചെയ്യുക. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് കേട്ട ഒരു ഹദീസ് നിങ്ങൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ ഈ ഹദീസ് പറയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം 3 തവണ ബോധരഹിതനായി പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഗൗരവമുള്ളതാണ്. മാത്രമല്ല അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഈ ഹദീസ് മഹാനായ സ്വഹാബി മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വെച്ച് പറയപ്പെട്ടപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഖദ് ഫുഇല ബിഹാഉലൈ ഹാദാ ഫകൈഫ ബിമൻ ബഖിയ മിനൻ നാസ്. ഈ 3 വിഭാഗത്തെ അള്ളാഹു നരകത്തിൽ വലിച്ചെറിഞ്ഞെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്തായിരിക്കും? കാരണം ഏറ്റവും നല്ല നിലക്ക് അറിയപ്പെട്ടവരാണ്. ഒന്ന് ഖുർആനിൽ ഇൽമുള്ള ആൾ, മറ്റൊന്ന് ധാരാളമായി സദഖ ചെയ്യുന്ന ആൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി അറിയപ്പെട്ട ആൾ. സമൂഹത്തിൽ ഇത്രയും നന്നായി അറിയപ്പെട്ടവരുടെ കാര്യം പോലും പരലോകത്ത് ഇതാണെങ്കിൽ അതല്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? സുമ്മ ബകാ മുആവിയതു ബുകാഅൻ ശദീദ ഹത്താ ളനന്ന അന്നഹു ഹാലികുൻ. അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു കരയാൻ തുടങ്ങി. ആ കരച്ചിലിൻ്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം മരിച്ചു പോകുമോ എന്ന് വരെ ഞങ്ങൾക്ക് തോന്നുകയുണ്ടായി. പക്ഷേ പിന്നീട് മുആവിയ റളിയല്ലാഹു തആല അൻഹു ആ പറഞ്ഞത് സത്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പരിശുദ്ധ ഖുർആനിലുള്ള ആയത്ത് അദ്ദേഹം പാരായണം ചെയ്യുകയും ചെയ്തു. അഥവാ പരലോകത്തെ ആഗ്രഹിക്കുന്നവർക്ക് പരലോകമുണ്ട്, എന്നാൽ ഈ ദുനിയാവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ഈ ദുനിയാവ് മാത്രമേ ഉള്ളൂ എന്ന ആശയമടങ്ങുന്ന ആയത്ത് അദ്ദേഹം പാരായണം ചെയ്യുകയും ചെയ്തു. സൂറത്ത് ഹൂദിലെ 16-ാമത്തെ ആയത്ത്. അപ്പോൾ അത്രയ്ക്ക് ഗൗരവമുള്ള ഒരു കാര്യം മഹ്ശറിൽ നടക്കാനിരിക്കുന്നു. സഹോദരങ്ങളെ, ഭയപ്പെടുക. നമ്മളൊക്കെ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും അതേപോലെ തന്നെ ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമൊക്കെയാണ്. അതേപോലെ സദഖ ചെയ്യുന്നവരാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ലക്ഷ്യം ഈ ദുനിയാവ് ആയിരിക്കരുത്. ജനങ്ങൾക്കിടയിലുള്ള പ്രീതിയും പ്രശംസയും കീർത്തിയുമായിരിക്കരുത്. മറിച്ച് അള്ളാഹുവിൻ്റെ ദീന്, അള്ളാഹുവിൻ്റെ കലിമത്ത് ഉയർന്നു നിൽക്കാൻ വേണ്ടി ഈ ദീനിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇല്ല എങ്കിൽ ഈ 3 വിഭാഗങ്ങൾക്കിടയിലാണ് ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത്. അഥവാ റിയാഇൻ്റെ ആളുകൾ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, അവരെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി നരകത്തിലേക്കിടും എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹ്ശറിൻ്റെ കാര്യം വളരെ ഗൗരവമേറിയതാണ്, അവിടെയുള്ള വിചാരണ ഗൗരവമേറിയതാണ് എന്നൊരു തിരിച്ചറിവോടുകൂടി ആ ലോകത്ത് വിജയിക്കാൻ വേണ്ടി നിഷ്കളങ്കരായി തീരുക, ഇഖ്ലാസുള്ള ആളുകളായി തീരുക. അതേപോലെ തന്നെ വിചാരണയുടെ മറ്റൊരു രൂപം, ഇതെല്ലാം വിശ്വാസികളുമായി ബന്ധപ്പെട്ട വിചാരണയാണെങ്കിൽ അവിശ്വാസികൾക്കും അവിടെ വിചാരണയുണ്ട്. അവരോട് പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്.
അവരെ വിചാരണ ചെയ്യുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അത് കാണാൻ സാധിക്കും. സൂറത്തുൽ ഖസസിലെ 62-ാമത്തെ ആയത്തിൽ കാണാം, വയൗമ യുനാദീഹിം ഫയഖൂലു ഐന ശുറകാഇ അല്ലദീന കുൻതും തസ്ഉമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുദൈവാരാധകരെ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരുന്ന എൻ്റെ പങ്കുകാരെവിടെ? അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കാം, നേർച്ചയർപ്പിക്കാം, വഴിപാടുകൾ അർപ്പിക്കാം എന്ന് നിങ്ങൾ കരുതിയ, നിങ്ങൾ പങ്കാളികളാക്കിയ, നിങ്ങൾ രക്ഷകന്മാരെന്ന് കരുതിയ ആളുകൾ, ഇലാഹുകൾ, വലിയകളൊക്കെ എവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നതാണ്. അതേ അധ്യായത്തിലെ തന്നെ 65-ാമത്തെ ആയത്തിൽ കാണാം, വയൗമ യുനാദീഹിം ഫയഖൂലു മാദാ അജബ്തുമുൽ മുർസലീൻ. അള്ളാഹു അവരെ മഹ്ശറിൽ വെച്ച് വിളിക്കും, പ്രവാചകന്മാർക്ക് നിങ്ങൾ എന്തുത്തരമാണ് നൽകിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നതാണ്. സൂറത്തു സ്വാഫാത്തിലെ 24-ൽ കാണാം, വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. അവരവിടെ പിടിച്ചു നിർത്തൂ, കാരണം അവർ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്, അവരോട് ചോദിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് അവരവിടെ പിടിച്ചു നിർത്തൂ. സൂറത്തുൽ ഹിജ്റിൽ കാണാം, ഫവറബ്ബിക, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം, ലനസ്അലന്നഹും അജ്മഈൻ, അവരോട് എല്ലാവരോടും നാം ചോദിക്കുന്നതാണ്, അമ്മാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് എല്ലാവരോടും ചോദിക്കും. ആരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കുകയില്ല. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിസാബും അദാബുമില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ചിലവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത ആളുകളോടെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്. അപ്പോൾ ചില സംശയം, പരിശുദ്ധ ഖുർആനിൽ അതിക്രമകാരികളോട് അവരോട് ചോദിക്കപ്പെടുകയില്ല, അടയാളങ്ങൾ കൊണ്ട് തന്നെ അവരെ തിരിച്ചറിയുന്നതാണ് എന്ന നിലക്കുള്ള ആയത്തുകളുണ്ടല്ലോ. ഉദാഹരണത്തിന് സൂറത്തുൽ ഖസസിലെ 78-ാമത്തെ ആയത്തിൽ കാണാം, വലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ. അതിക്രമകാരികളോട് അവരുടെ തിന്മയെ സംബന്ധിച്ച് ചോദിക്കപ്പെടുന്നതല്ല. അതേപോലെ തന്നെ സൂറത്തുർ റഹ്മാനിൽ കാണാം, ഫയൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസുൻ വലാ ജാൻ. മനുഷ്യരോ ജിന്നുകളോ അവരുടെ പാപങ്ങളെക്കുറിച്ച് അന്ന് ചോദിക്കപ്പെടുകയില്ല. അപ്പോൾ ഈ പറഞ്ഞത് എന്താണ്? നേരത്തെ പറഞ്ഞത് ചോദിക്കുമെന്നാണ്, ഇവിടെ ചോദിക്കുന്നില്ല എന്ന് പറയുന്നു. എന്താണത്? പണ്ഡിതന്മാർ വിശദീകരിച്ചു. ചില വചനങ്ങളിൽ ചോദിക്കപ്പെടുമെന്നും ചിലതിൽ ചോദിക്കപ്പെടുകയില്ലെന്നും കാണുന്നത്, അതിൻ്റെ ഉദ്ദേശം പലതാണ്. അതിലൊന്ന്, അറിയാൻ വേണ്ടിയുള്ള ചോദ്യമില്ല, മറിച്ച് എന്തിനാണ് ചെയ്തത് എന്ന ചോദ്യമുണ്ടാകും. എന്ന് പറഞ്ഞാൽ അതിക്രമകാരികളോട് നിങ്ങൾ ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അവർ ചെയ്ത തിന്മകളെല്ലാം അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ മലക്കുകളുടെ കൈകളിലുണ്ട്, അതിൻ്റെ രേഖകൾ അള്ളാഹുവിൻ്റെ കൈകളിലുണ്ട്. അതുകൊണ്ട് തന്നെ അറിയാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം അവരോട് ചോദിക്കുന്നേയില്ല, മറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരം തിന്മകൾ ചെയ്തു എന്ന ചോദ്യമുണ്ടാകും. അതേപോലെ തന്നെ സമാധാനത്തിൻ്റെ ചോദ്യമുണ്ടാവുകയില്ല. നമുക്കറിയാം, വിശ്വാസികളോട് ചോദിക്കുന്നതൊക്കെ ആശ്വാസം നൽകാൻ വേണ്ടിയുള്ള ചോദ്യമാണെങ്കിൽ ഇവരോടുള്ള ചോദ്യം കുറ്റപ്പെടുത്തലിൻ്റെയും ഭയപ്പെടുത്തുന്നതിൻ്റെയും ചോദ്യമാണ്. അപ്പോൾ ചോദിക്കപ്പെടുകയില്ലെന്ന് പറഞ്ഞത് ആശ്വാസത്തിൻ്റെ ചോദ്യമാണ്, ചോദിക്കുമെന്ന് പറഞ്ഞത് കുറ്റപ്പെടുത്തുന്നതിൻ്റെ ഭയപ്പെടുത്തുന്നതിൻ്റെ ചോദ്യമാണ്. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, മഹ്ശറിൽ 50,000 വർഷം ദൈർഘ്യമുള്ള സമയമാണ്. ചോദിക്കപ്പെടുന്ന സന്ദർഭങ്ങളുണ്ടാകാം, അതേപോലെ തന്നെ ചോദിക്കപ്പെടാത്ത സന്ദർഭങ്ങളും ഉണ്ടാകാം. ഏതുപോലെ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അവർ സംസാരിക്കുകയില്ല അന്ന്. എന്നാൽ വേറെ ചില ആയത്തുകളിൽ അവരുടെ ചില സംസാരങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അവർ ചിലത് സംസാരിക്കും, എന്നാൽ അവർ അധികവും മൗനമായിരിക്കും എന്നർത്ഥം. എന്നതുപോലെ കാരുണ്യത്തിൻ്റെതായതോ അറിയാൻ വേണ്ടിയുള്ളതോ ആയ ചോദ്യങ്ങളൊന്നും സത്യനിഷേധികളോടുണ്ടാവുകയില്ല. അവരോടുള്ള ചോദ്യങ്ങളെല്ലാം കുറ്റപ്പെടുത്തലിൻ്റെയും ഭയപ്പെടുത്തലിൻ്റെയും അവരെ വേദനിപ്പിക്കുന്നതിൻ്റെയുമെല്ലാമുള്ള ആ നിലക്കുള്ള ചോദ്യങ്ങളായിരിക്കും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, സത്യനിഷേധികളായ ആളുകളോട് അവരുടെ സത്യനിഷേധത്തെ സംബന്ധിച്ച് മാത്രമല്ല, മറിച്ച് ശരീഅത്ത് നിയമമാക്കിയ വിഷയങ്ങളിൽ അവർ ഉപേക്ഷ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലും അവരോട് ചോദിക്കുന്നതാണ്. ഉദാഹരണത്തിന് 5 വക്ത നമസ്കാരം എന്തുകൊണ്ട് നിർവഹിച്ചില്ല എന്ന് സത്യനിഷേധികളോടും ചോദിക്കും. കാരണം അള്ളാഹു ഇത് ശറഅാക്കിയത് എല്ലാവർക്കുമാണ്, അവരതിനെ നിഷേധിച്ചു എന്ന് മാത്രം. നോമ്പിനെക്കുറിച്ച് അവരോട് ചോദിക്കും, സക്കാത്തിനെക്കുറിച്ച് അവരോട് ചോദിക്കും, തൗഹീദിനെക്കുറിച്ച് ചോദിക്കുന്നത് പോലെ തന്നെ. അതിനുള്ള തെളിവാണ് സൂറത്തുൽ മുദ്ദസിറിലെ വചനങ്ങൾ. മാ സലക്കക്കും ഫീ സഖർ, 41 മുതൽ 47 വരെയുള്ള വചനങ്ങൾ. മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ നരകത്തിൽ അകപ്പെടാനുള്ള കാരണം എന്താണ്? ഖാലൂ ലം നക്കു മിനൽ മുസല്ലീൻ വലം നക്കു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ ഹത്താ അതാനൽ യഖീൻ. അപ്പോൾ സ്വർഗത്തിലെ ആളുകൾ നരകക്കാരോട് ചോദിക്കുന്നതാണ്, നിങ്ങളെങ്ങനെയാണ് നരകത്തിൽ അകപ്പെട്ടത്? അപ്പോൾ അവരതിന് പറയുന്ന കാരണം, ഞങ്ങൾ അവിശ്വസിച്ചു എന്ന് മാത്രമല്ല,
മറിച്ച് ഞങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല, ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നില്ല, ഞങ്ങൾ തിന്മകൾ ചെയ്യുന്നവരുടെ കൂടെ കൂടി പരലോകത്തെ ഞങ്ങൾ കളവാക്കുകയും ചെയ്തു. അപ്പോൾ പരലോകത്തെ കളവാക്കുക എന്നതിനോടൊപ്പം തന്നെ നമസ്കരിച്ചില്ല എന്നുള്ളതും അവർ അവിടെ ഒരു തെറ്റായി മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ശരീഅത്തിൻ്റെ നിയമങ്ങൾ സത്യനിഷേധികൾക്കും ബാധകമാണ്, അവർ നിഷേധിച്ചതുകൊണ്ട് അവർ അത് ചെയ്തില്ല എന്ന് മാത്രം, മറിച്ച് എല്ലാവർക്കും അത് ബാധകമാണ്. അതുകൊണ്ട് സത്യനിഷേധികളോട് മൊത്തത്തിലുള്ള ചോദ്യമുണ്ടാകും, ബഹുദൈവ ആരാധനയെക്കുറിച്ചും കുഫറിനെക്കുറിച്ചും ചോദ്യമുണ്ടാകും, അതേപോലെ തന്നെ 5 വക്ത് നമസ്കാരം പോലെയുള്ള മറ്റു കർമ്മങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യമുണ്ടാകും. എന്നാൽ ആ ചോദ്യമൊന്നും തന്നെ അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല, മറിച്ച് ഒരു ശിക്ഷ എന്നുള്ള നിലക്കും കുറ്റപ്പെടുത്തലും ഭയപ്പെടുത്തലും എന്നുള്ള നിലക്കാണ് അവരോട് ചോദിക്കുക. ഹിസാബ് കഠിനമായാൽ രക്ഷപ്പെടുകയില്ല എന്നുള്ളത് സ്വഹീഹായ ഹദീസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് പരലോകത്ത് ഗൗരവമേറിയ വിഷയങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജനങ്ങൾക്കിടയിൽ എങ്ങനെ അറിയപ്പെടുന്നു എന്നതിനേക്കാൾ അള്ളാഹു നമ്മളെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നതാണ് പ്രധാനം. നമ്മുടെ ഹൃദയം അള്ളാഹു കാണുന്നുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു കാണുന്നുണ്ട്, നമ്മുടെ രഹസ്യം അള്ളാഹു കാണുന്നുണ്ട്, നമ്മുടെ മനസ്സിലെ നിയ്യത്തുകൾ അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നാം എന്താണ് എന്നതിനേക്കാൾ പ്രധാനം അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ എന്താണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ കാണിക്കുക എന്നതായിരിക്കരുത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലക്ഷ്യം, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും പരലോകവും മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക.